നമുക്കിന്ന് മത്തിയുടെ പനിഞ്ഞിൽ ഒന്ന് തോരൻ വെച്ച് നോക്കാം. ആദ്യം ഞാൻ ചട്ടി അടുപ്പിൽ വെച്ച് ഒരു സ്വല്പം കടുക് ഇടാൻ പോവുകയാണ്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സ്വല്പം കടുകിട്ട് കടുക് പൊട്ടിയതേ കറിവേപ്പില ഇടുക. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് സവാള, ഒരു പകുതി സവാളയാണ്. അതുപോലെ തന്നെ ഇത് കൊച്ചുള്ളി, ഒരു 4-5 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, 2 പച്ചമുളക്. ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് എണ്ണയിലോട്ട് ഇടാൻ പോവുകയാണ്. കറിവേപ്പില, അല്ല ഇത് പച്ചമുളക്, വെളുത്തുള്ളി, ഇത് കൊച്ചുള്ളി. വേറെ കൊച്ചുള്ളിയും കൂടെ ഇതിന് ആവശ്യമാണ്. സ്വല്പം ഉപ്പിടുകയാണ്. ഞാൻ നേരത്തെ ഒരു 10 മത്തിയുടെ പനിഞ്ഞിലാണ് ഇത്. കാരണം ഇപ്പോൾ പനിഞ്ഞിലുള്ള സമയമാണ് മത്തിക്ക്. അപ്പോൾ അത് ഞാൻ നേരത്തെ ഒരു സ്വല്പം ഉപ്പിട്ട് ഇത് വേവിച്ച് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ വേകുന്നത്. പിന്നെ കുരുമുളക് പൊടി, ഫിഷ് മസാലയുടെ പൊടിയാണിത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത് ഇത്രയും കൂടെ നമ്മളിതിൻ്റെ അകത്ത് ഇടുക. ഇതിൻ്റെ കൂടെ അത് ഒരിപ്പോൾ പരിവമായിട്ടുണ്ട് വെന്ത്. ഇതിൻ്റെ കൂടെ നമ്മൾ സ്വല്പം തേങ്ങായി കൂടെ ഇടുക. ഇതെല്ലാം കൂടെ ഉപ്പ് വരുമ്പോൾ നല്ല മണമാണ് ഇത്. വന്നിട്ടുണ്ട്. സ്വല്പം ഇടണം. നമ്മുടെ മത്തിയുടെ പനിഞ്ഞിൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.